സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നൂർബിന റഷീദ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൂർബിന റഷീദിനെ കോഴിക്കോട് നല്ല ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മുൻപ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെന്നും സംവരണമുള്ള മണ്ഡലങ്ങളിലും അല്ലാത്തിടത്തും സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് ലീഗിന് അതിന്റേതായ ചിട്ടവട്ടങ്ങളുണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോഴിക്കോട് സൗത്ത് എന്ന് പറയുമ്പോൾ ലീഗിന്റെ ഒരു ഉറച്ച കേന്ദ്രമാണ്. അവിടെ നൂർബിന റഷീദിന് നമ്മൾ അവസരം കൊടുത്തു. പിന്നെ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതിനു മുമ്പ് അവിടെ തന്നെ നമ്മുടെ ഇവരും മത്സരിച്ചിരുന്നു, ഖമറുന്നീസ അൻവറും അവിടെ തന്നെ മത്സരിച്ചു. അപ്പോൾ പാർട്ടി അങ്ങനെ വനിതകൾക്ക് അവസരം കൊടുക്കാത്തൊരു പാർട്ടിയൊന്നുമില്ല. ഞങ്ങൾ സംവരണമുള്ള സീറ്റുകളിലും അല്ലാത്തിടത്തും വനിതകളെ മത്സരിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അല്ല, ഈ ഹരിത വിവാദത്തിലടക്കം തങ്ങളെ അടക്കം അധിക്ഷേപിച്ച ഒരാളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നാണ് നൂർബിനയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി, എന്താണ് അവരുടെ യോഗ്യത എന്നുള്ളതാണ് ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ മുസ്ലിം ലീഗിന് അതിൻ്റേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് പരിപൂർണമായും പാലിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ സമയമെടുത്ത് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിന് മുസ്ലിം ലീഗ് രൂപം കൊടുത്തത്. എല്ലാ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ മണ്ഡലം കമ്മിറ്റികളുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു ധാരണയിൽ എത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാർലമെന്ററി ബോർഡ് അവർ കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. മലയാളം ടെലിവിഷൻ, മലപ്പുറം. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻസ്, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.